ഇന്ന് നമുക്ക് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി കാണാടോ. ചെയ്തെടുക്കാനും ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി തന്നെ ഒരുപാടുണ്ട്, ഇത് ഒരു ടൈപ്പാട്ടോ. ഇത് നമുക്ക് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടമാവും. ആദ്യം നമുക്ക് മട്ടനെ വേവിക്കണ്ടേ. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കുക. ഓരോ മട്ടനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ വേഗ് വരുന്നത്, ഫിസിലിടേണ്ടതും. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാമേ. ചെറുതായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് നമ്മുടെ ബിരിയാണി ഇലയില്ലേ, രമ്പയില, ആ രമ്പയിലയും അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഇതിന് ശേഷം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സ്കിപ്പായി പോയി കേട്ടോ വീഡിയോയിൽ. ശേഷം അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിനെയും കൂടെ ഇട്ട് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അരികൾ തമ്മിൽ പരസ്പരം ഒട്ടത്തില്ല കേട്ടോ. കുതിർക്കുകയൊന്നും വേണ്ട കേട്ടോ അരി. അതിനുശേഷം അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല ചെയ്തെടുക്കാവേ. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് മുഴുവൻ പെരിഞ്ജീരകവും പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. ആ ഒരു ടൈമിലേക്ക് നമുക്ക് സവോള സ്ലൈസായിട്ട് ഞാനിവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുണ്ടല്ലോ, എളുപ്പമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ടതും ചതച്ചെടുക്കേണ്ടതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് പണി പെട്ടെന്ന് തീരും കേട്ടോ. അതൊരു വലിയൊരു ഇതാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് ജോലി തീരുന്നത് പോലെ തോന്നും. ഇനി എന്താ, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. സവോളയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. അങ്ങനെ കുഴഞ്ഞ് കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. അതിനുവേണ്ടി ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും, അതുപോലെ നന്നായിട്ട് വെന്തും കിട്ടും. അങ്ങനെ ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയില്ലേ, അതാണ്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഇച്ചിരി അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റില്ലേ, അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കാരണം ഇതെല്ലാം നന്നായിട്ട് മിക്സായി കുഴഞ്ഞ് കിട്ടുക. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ല തക്കാളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മാറി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഐറ്റംസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഒരുപാട് മസാല ഐറ്റംസ് ഒന്നുമില്ല, രണ്ട് മസാല ഐറ്റംസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, ഇത് രണ്ടുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും 1 കിലോ റൈസിന് എന്തൊക്കെയാണ് എത്ര അളവിനാണ് വേണ്ടതെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് നോക്കിയാൽ മാത്രം മതി, അതിൽ നോട്ട്സ് ഒന്നും കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഇട്ട് കൊടുക്കുക. തൈര് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മസാലയുടെ ഒരു 75% മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വന്നിട്ട് എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മല്ലിയില, പുതിനയില, ഇത് ഇത്രയും നന്നായിട്ടൊന്ന് കട്ടാക്കി വെച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ റൈസിലായാലും ഈ മട്ടൻ്റെയും മസാലയിലായാലും നെയ്യൊന്നും ചേർത്തിട്ടില്ല. അത് എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഇതെന്താ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൻ വേവിച്ചെടുത്തില്ലേ, അതിലുള്ളൊരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ മസാലയ്ക്ക് ഒരു മട്ടൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുക, ആ വെള്ളവും കൂടെ ചേർക്കുമ്പോൾ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക, ഇച്ചിരി കുറുക്കിയെടുക്കുക. നല്ല ഓവർ വെള്ളം വേണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി കുറുക്കി കൂടെ നമുക്ക് ഇതെടുക്കാവേ. അങ്ങനെ ഇതൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യും ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് കുറച്ച് സവോള മാത്രം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതിലൊരു ടിപ്പ് പറഞ്ഞുതരാം. നല്ല ഗോൾഡൻ കളറായിട്ട് സവോള കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒരു 2-3 പിഞ്ച് മറ്റേ പഞ്ചസാരയില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് കോരി മാറ്റിയതിന് ശേഷം ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് മാറ്റാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമ്മുടെ മട്ടനൊക്കെ ഇച്ചിരി വറ്റി കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവിയോട് കൂടെ തന്നെ എടുത്ത് നമുക്ക് സെപ്പറേറ്റ് ആ ഗ്രേവി മാറ്റാം കേട്ടോ. ബിരിയാണി ടൈമിൽ കുറച്ച് ഗ്രേവി കഴിക്കണമെങ്കിൽ ആ ടൈം ഒഴിച്ച് കഴിക്കാം. ഇനി ഞാൻ കുക്കറിലാണ് കേട്ടോ ദമ്മിടുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആദ്യം ഒരു ലെയറിൽ ഈ മട്ടൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മട്ടൻ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടില്ലേ നമ്മുടെ അരി, അതിൻ്റെ ഒരു പകുതി റൈസോളം, ഞാനിപ്പോൾ ഒരു 400 ഗ്രാമിനകത്താണ് കേട്ടോ ബിരിയാണിക്ക് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഞാൻ 1 കിലോയുടെ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. 1 കിലോയുടെ ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ ആയിരിക്കും, മെഷർമെൻ്റ് ആയിരിക്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യും.
അരി ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ബാക്കിയുള്ള മട്ടനും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ സവോളയില്ലേ, ഫ്രൈഡ് ഒനിയൻ, അതുകൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തന്നെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് എല്ലാം കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഒന്ന് ഫിക്സ് ആക്കി വെക്കുക. കാരണം ആ ആവിയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മുകളിലേക്ക് ഇതാ വറുത്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ നെയ്യ് ഒഴിക്കുന്നത്. നമ്മൾ റൈസിലോ മസാലയിലോ ഒന്നും ഇട്ടിട്ടില്ല. ശേഷം ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ദം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറില്ലേ, അതിൻ്റെ ഫിസിലൊന്ന് മാറ്റിയിട്ട് കുക്കറൊന്ന് വെച്ച് കൊടുക്കുക. അതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടെടുക്കുക. 10 മിനിറ്റ് തീയൊക്കെ ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ബീഫ് ദം ബിരിയാണി റെഡി ആയടോ. ഏതൊരു ഫംഗ്ഷനിലായാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ 27 രാവൊക്കെ വരെയല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ റെസിപ്പീസിനായി. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് കൂടെ ഇടൂ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാനായിട്ട് ഒരിതുണ്ടാവും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ ഒന്ന് മറക്കരുത്.